ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭജൻ നടത്തിയിട്ടില്ലെന്ന് നന്ദഗോവിന്ദം ഭജൻസ്. അന്നേ ദിവസം തൃശൂരിൽ മറ്റൊരു പരിപാടി നടത്തുകയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വിളിച്ചിരുന്നു, എന്നാൽ അന്നേ ദിവസം മറ്റൊരു പരിപാടി ഉള്ളതിനാൽ പോയിട്ടില്ല എന്നതാണ് വിശദീകരണം. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഈ ഭജന സംഘത്തിന്, അതായത് നന്ദഗോവിന്ദം ഭജൻസിന് പണം നൽകിയിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയാണ് റിപ്പോർട്ടിലുള്ളത്. പക്ഷേ അവർ അല്ല പരിപാടിയിൽ പങ്കെടുത്തത് എന്നതിന്റെ വിവരങ്ങൾ നമ്മൾ നേരത്തെ തന്നെ നൽകിയതാണ്. ഇപ്പോൾ അവരും അത് സ്ഥിരീകരിച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും നന്ദഗോവിന്ദവുമായി അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു. അവർ പറയുന്നത് അന്നേ ദിവസം തൃശ്ശൂരിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. ഈ പരിപാടിയിലേക്ക്, അയ്യപ്പ സംഗമത്തിലേക്ക് വിളിച്ചിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ചില അറിയിപ്പുകളൊക്കെ അവർ ബന്ധപ്പെട്ടിരുന്നു നന്ദഗോവിന്ദത്തെ. പക്ഷേ അന്നേ ദിവസം മറ്റൊരു പരിപാടി കമ്മിറ്റ് ചെയ്തതുകൊണ്ട് ഈ പരിപാടിയിൽ തങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല. അങ്ങനെ യാതൊരു തരത്തിലും ആ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, 8 ലക്ഷം രൂപയോളം ഇവർക്ക് നൽകി എന്നുള്ള ഒരു വിവാദമാണ് പുറത്തു വന്നത്. ആ കാര്യത്തിൽ മന്ത്രി അല്പസമയം മുമ്പ് മന്ത്രി വി എൻ വാസവനും പറഞ്ഞത് നന്ദഗോവിന്ദം അവിടെ വന്നിട്ടില്ല, അവരെ കണ്ടിട്ടില്ല, താൻ വരുന്നതിന് മുമ്പ് ആരെങ്കിലും പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല എന്നാണ്. എന്തായാലും മന്ത്രിയും അതുപോലെ തന്നെ നന്ദഗോവിന്ദവും ഇപ്പോൾ ഇത് തള്ളിയിരിക്കുകയാണ്. അങ്ങനെ അവർ എത്തിയിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ആർക്കാണ് ഈ പണം നൽകിയത്, എന്തിനു വേണ്ടിയാണ് ഈ പണം എഴുതിയത് എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ചോദ്യം. അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ദേവസ്വം ബോർഡ് നൽകേണ്ടി വരും. 8 ലക്ഷം രൂപയോളം നൽകി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. നന്ദഗോവിന്ദം കൂടി ഇത് ശരിവെക്കുകയാണ്. അവർ പങ്കെടുത്തിട്ടേ ഇല്ല എന്നവർ പറയുകയാണ്. ഒരു വിവാദത്തിലേക്ക് തങ്ങളെ കൊണ്ടുപോകരുതെന്നുള്ള റിക്വസ്റ്റ് കൂടി അവർക്കുണ്ട്. കാരണം ഇത്തരത്തിൽ പരിപാടി നടത്തി പോകുന്ന ആളുകളാണ്. ഇങ്ങനെ വിവാദത്തിലേക്ക് വരാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് പ്രതികരണത്തിന് അവർ തയ്യാറാകാത്തത്. എന്തായാലും ഈ കാര്യത്തിൽ അവർ ഉറപ്പിച്ചു പറയുന്നു, അന്നേ ദിവസം, അതായത് സെപ്റ്റംബർ 20-ാം തീയതി തങ്ങൾ തൃശ്ശൂരുള്ള ഒരു പരിപാടിയിൽ, നടക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തിട്ടേ ഇല്ല എന്നവർ ഉറപ്പിച്ചു പറയുന്നു. അനുജ, ഇതിൽ ടോബി ഒരുപക്ഷെ അന്നേ ദിവസം അവരെ ക്ഷണിച്ചിട്ടുള്ളതാണ്, പക്ഷേ മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഇവരെ തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത് വിളിക്കാൻ. പക്ഷേ അവർ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് എസ്റ്റിമേറ്റിൽ ആ തരത്തിലേക്ക് വന്നതാണ് എന്നൊരു വിശദീകരണത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടാകും ടോബി? അങ്ങനെ ഒരു വിശദീകരണം വരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇവരുടെ മാനേജരെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് തന്നെ കൃത്യമായി ഈ കാര്യം പറഞ്ഞതാണ്. അതായത് അന്ന് മറ്റൊരു പരിപാടിയുണ്ട്, തൃശ്ശൂരിൽ നേരത്തെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയുണ്ട്, അതിൽ പങ്കെടുക്കണമെന്ന് അവരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എത്താൻ കഴിയില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മളോട് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ എസ്റ്റിമേറ്റ് തുക എഴുതിയത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. മന്ത്രിയും ആ കാര്യം ശരിവെക്കുന്നുണ്ട്. നന്ദഗോവിന്ദം ഭജൻസ് അവിടെ പരിപാടി നടത്തിയതായി തനിക്ക് അറിയില്ല എന്ന് അല്പസമയം മുമ്പ് മന്ത്രി വി എൻ വാസവനും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കണക്ക് എന്നുള്ള ചോദ്യമാണ്. അതിന് ഉത്തരം നൽകേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അനുജ, അതാണ്, ദേവസ്വം ബോർഡാണ് എല്ലാത്തിനും മറുപടി നൽകേണ്ടത് എന്നത് തന്നെയാണ് മന്ത്രി വി എൻ വാസവനും അല്പസമയം മുൻപും ആവർത്തിച്ച് പറഞ്ഞത്. ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസ് കൂടി സ്ഥിരീകരിക്കുകയാണ്, തങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷേ തങ്ങളെ ക്ഷണിച്ചിരുന്നതാണ്, അന്നേ ദിവസം മറ്റൊരു പരിപാടി ഉള്ളതിനാൽ പോയില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കണക്ക്, 8 ലക്ഷം രൂപയുടെ കണക്കൊക്കെ പുറത്തു വന്നത് എന്നതിൽ കൃത്യമായ വിശദീകരണം നൽകേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.